ശ്രീ പത്മനാഭൻ, ഈ തെക്കു വടക്ക് ആളെ കൂട്ടി പാർട്ടി ഘടകങ്ങളിലൂടെ കൃത്യമായ അറിയിപ്പ് കൊടുത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ചുറ്റും ആളെ കൊണ്ടുവന്ന് വലിയൊരു സമരത്തിന് ആഹ്വാനം ചെയ്തു. നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞതുപോലെ ഞങ്ങൾ പോയി വരാം എന്ന് പറഞ്ഞാണ് പല സഖാക്കളും വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി സമരത്തിലേക്ക് വന്നത്. അവർ ഈ സമരത്തിൽ ആത്മാർത്ഥതയോടെ മുഖ്യമന്ത്രി രാജിവെക്കണം, അതുവരെയും സമരം നടക്കുമെന്ന് വിശ്വസിച്ച് പങ്കാളികളായവരാണ്. അവർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഈ സമരം നിർത്തിയെന്നറിയുന്നത് മറ്റൊരു ചാനലിൽ നിന്ന് ടെലിഫോണിൽ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ്. ഇന്ന് UDFനൊപ്പമുള്ള NK പ്രേമചന്ദ്രൻ അന്ന് ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി താഴെ ഇറങ്ങിയേ മതിയാകൂ എന്ന് ആവർത്തിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒരു ഫോൺ കോൾ വന്നതും ഒരു കുറിപ്പായി പ്രേമചന്ദ്രൻ്റെ മുന്നിലേക്ക് വന്നതും സമരം അവസാനിപ്പിക്കണമെന്ന് തീരുമാനമായി എന്ന് പറഞ്ഞതും. അന്ന് LDFിലെ മറ്റു കക്ഷികളെ, CPIക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു, അവർ പിന്നീടത് പറഞ്ഞു, മറ്റു കക്ഷികളെപ്പോലും ബോധ്യപ്പെടുത്താതെ, അതായത് LDFിൽ ധാരണയാകാതെ CPM ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുവെങ്കിൽ അത് CPMനെ തന്നെ സ്വാധീനിക്കുന്ന വലിയൊരു വിഷയം, വലിയൊരു കുറ്റം, വലിയൊരു തെറ്റ് അവസാനിപ്പിക്കാനല്ലെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അല്ല, അത് വിശ്വസിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അവർക്ക് അതുകൊണ്ട് എന്തോ പകരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് സോളാർ സമരത്തിന് ശേഷമുള്ള ഇന്ന് വരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തില് ആദ്യമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളും ആദ്യഘട്ട ഗൂഢാലോചന നടത്തിയവരൊക്കെ ശിക്ഷിക്കപ്പെട്ടത് എന്ന്. ഇതൊക്കെ ചെയ്ത തിരുവഞ്ചൂർ എന്ന ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ച പുരസ്കാരം എന്താ? അദ്ദേഹത്തെ മാറ്റി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കി. അതല്ലേ ഉണ്ടായത്. അദ്ദേഹത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഉയർത്തിയിട്ട് രമേശ് ചെന്നിത്തലയെ ആക്കിയാൽ മനസ്സിലാക്കായിരുന്നു. പകരം അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നും മാറ്റി. അതാണ് സംഭവിച്ചത്. ഞാൻ പറയട്ടെ, സോളാർ സമരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇതിന്റെ നഷ്ടം ആർക്കറിയും? LDFനല്ല, CPMനല്ല, UDFനാണ്, കോൺഗ്രസിന്. അങ്ങയോട് തന്നെ ചോദിക്കണമെന്ന് കരുതിയതാണ്. അതായത് ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നു, ആ TP കേസിലാണ് ഒത്തുതീർപ്പുണ്ടായതെങ്കിൽ അത് CPMനെ ഏറെ സന്തോഷിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ CPM തന്നെ നേട്ടവും കൊയ്യുന്നു. മാത്രമല്ല, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത തെരഞ്ഞെടുപ്പ്. 8 സീറ്റ് LDFന് കിട്ടി. 8 സീറ്റ് ഒരു ലോക്സഭയിൽ LDFന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രം അവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. അവർക്ക് 96 10 സീറ്റും 2004 18 സീറ്റും ഒക്കെയാണ് അവരുടെ വലിയ സംഖ്യ. ബാക്കിയൊക്കെ കോൺഗ്രസ് ആണ്, ഇന്നും കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF ആണ്. അവർക്ക് അന്ന് 8 സീറ്റ് കിട്ടി. 2015 പഞ്ചായത്ത് ഇലക്ഷൻ എന്താ സംഭവിച്ചത്? LDFന് മുൻതൂക്കമുണ്ടായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFന് മുൻതൂക്കമുണ്ടായി. 2019 എത്തിയപ്പോൾ 2019 ഇവിടെ ശബരിമല വിഷയം വന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും അങ്ങോട്ട് പ്രധാനമന്ത്രിയാവുന്നു. ഇവിടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇങ്ങനെ എന്താ പറയാ പാട്ടുപാടിയപ്പോൾ അതിൽ കേരളത്തിലെ ജനങ്ങൾ വീണുപോയി. അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടി. 2020 പഞ്ചായത്ത് ഇലക്ഷൻ ദയനീയ പരാജയമാണ് UDFന്. 2020 പഞ്ചായത്ത് ഇലക്ഷൻ. 2021 ഭരണ തുടർച്ചയുണ്ടായി. അപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ ഈ UDFന്റെ പരാജയം ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താ കാരണം? സോളാർ കേസ് കേരളത്തിലെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവിന്റെ ഇമേജ് തകർത്തു. ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ അന്നത്തെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവ്. അങ്ങോരുടെ ഇമേജ് തകർത്തു. മാത്രമല്ല, അന്ന് ഒരുപക്ഷെ ഈ ആരോപണം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭരണ തുടർച്ചയൊക്കെ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താ പറയുക, നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ വിജയം അതൊരു വല്ലാത്ത വിജയമാണ്. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ CPMന്റെ ഒരു MLA രാജിവെപ്പിച്ചിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കുക? ബംഗാള്, കേരളത്തിലോ ത്രിപുരയിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെ ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പൊ ബംഗാളിലെ പഴയ MLAമാരൊക്കെ BJPയുടെ MLAമാർ, അത് പോട്ടെ. പക്ഷെ സിറ്റിംഗ് MLA നെയ്യാറ്റിൻകരയിലെ സിറ്റിംഗ് MLA സെൽവരാജിനെ രാജിവെപ്പിച്ച് കോൺഗ്രസിൽ എത്തിച്ച് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. എത്ര വോട്ടിനാ ജയിച്ചത്?
മാത്രവുമല്ല അവിടെ CPM 3-ാം സ്ഥാനത്ത് പോകും എന്നുള്ളൊരു ഭീഷണി വരെ അവിടെ വന്നു. അതിനുശേഷം അരുവിക്കര തെരഞ്ഞെടുപ്പ് CPM ബേജാറായി. പക്ഷെ അതൊക്കെ അവർക്ക് മറികടക്കാൻ പറ്റി. എന്തുകൊണ്ട്? അവർക്ക് ഈ സോളാർ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ്സുകാരെ കൊണ്ട് തന്നെ ഇതിന് ജുഡീഷ്യൽ അന്വേഷണവും ചില ഒത്തുതീർപ്പിലൊക്കെ എത്തിച്ച്, അതായത് ജനങ്ങൾ മനസ്സിലായി രണ്ടു കൂട്ടരും പേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ ഇമേജിനെ തകർക്കാൻ ആ സമരം, ആ വിഷയം സഹായിച്ചു. പക്ഷെ ഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് ആ വിഷയങ്ങളൊക്കെ അവസാനിക്കുകയും അദ്ദേഹത്തിന് കേരള ജനത വലിയ സ്വീകരണം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിൽ കൊടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു കാവ്യനീതിയായും തോന്നിയിട്ടുണ്ട്. അല്ല, വേറൊരു സംഗതി ഇവിടെ പറയണം. CBI അന്വേഷണം വന്നു ലൈംഗിക ആരോപണത്തിൽ. CBI സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഇത് തട്ടിപ്പാണെന്ന് CBI പറഞ്ഞു. ഒരു കോൺഗ്രസ് നേതാവ്, വേണമെങ്കിൽ BJP അല്ലേ അത് അന്വേഷിച്ചത്, കോൺഗ്രസ് നേതാക്കന്മാരെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി പ്രതിയാക്കാമായിരുന്നില്ലേ? പക്ഷേ CBI സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഒരു ലൈംഗികപരമായ ഒരു എന്താ പറയുക അതിക്രമവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ അവിടെയാണ് CPM-ന്റെ തന്ത്രം വിജയിച്ചു. ഇന്ന് ഭരണ തുടർച്ച അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ, ഇന്നത്തെ ഭരണ തുടർച്ചയുടെ ഫൗണ്ടേഷൻ സോളാർ അഴിമതി ആരോപണമാണ്. അവരാണ് ഈ കളിയിൽ ജയിച്ചത്. കോൺഗ്രസ്സുകാരെ ധാരണ ഞങ്ങളാ ജയിച്ചതെന്ന. അന്ന് 3 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് മാർക്സിസ്റ്റുകാരെ ഓടിക്കാൻ സാധിച്ചെങ്കിലും അന്തിമ വിജയം CPM-നാണ് കിട്ടിയത്. രാഷ്ട്രീയമായ വിജയം പിന്നീട് അങ്ങോട്ട് നേടിയത് CPM തന്നെയായിരുന്നു. ശ്രീ KS ഹരിഹരൻ, ശബരിമല വിഷയം കാരണം അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ എന്തൊക്കെയോ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് RMP അത് പറഞ്ഞതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവെന്ന്. നിങ്ങളുടെ പ്രധാന ശത്രു CPM തന്നെയാണ്. അവരിൽ നിന്ന് ഒഞ്ചിയത്തെ, വടകരയെ ഒക്കെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളൊക്കെ കാണുന്നുമുണ്ട്. പക്ഷേ TP കേസുമായി ചേർത്തു പിടിച്ചാണ് സോളാർ സമരം അവസാനിപ്പിച്ചതെങ്കിൽ, അതാണ് ഒത്തുതീർപ്പെങ്കിൽ, നിങ്ങൾ കോൺഗ്രസിനോടും UDF-നോടും ചേർന്നു നിൽക്കുന്നതിൽ ധാർമ്മികതയുണ്ട്. അല്ല, അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ സോളാർ സമരം കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിൽ തന്നെ CPയുടെ കേസിൽ ഉന്നത ഗൂഢാലോചന നടത്തിയ നേതാക്കന്മാരെ, ഉയർന്ന നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളുകളാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വടകരയിൽ UDF-ൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDF-ൻ്റെ സഹായത്തോടെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോഴും UDF-ൻ്റെ ഭാഗമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾ UDF-ൻ്റെ ഘടകകക്ഷിയോ UDF-ൻ്റെ അല്ല, അത് ഞാൻ പറഞ്ഞതിലുണ്ടല്ലോ. ഞങ്ങളുടെ UDF-നോട് ചേർന്ന് നിൽക്കുന്നതിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ, UDF-ൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞില്ല. ഇല്ല, ചേർന്ന് നിൽക്കും. ഞങ്ങളങ്ങനെ ഘടകകക്ഷിയോ UDF-ൻ്റെ രാഷ്ട്രീയത്തെ മുഴുവൻ അത് ഏകപക്ഷീയമായിട്ട് അത് പിന്തുണയ്ക്കുന്നവരോ വിമർശനരഹിതമായി UDF-നെ സമീപിക്കുന്നവരോ അല്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ UDF-നെ ആ നിലയ്ക്ക് കാണുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെയൊക്കെ വലിയ നേതാക്കളുടെ ഒരാളായ മാവോ സേതുങ് ചൈനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരേ സമയം നിങ്ങൾക്ക് 2 ശത്രുക്കളെ നേരിടാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ശത്രു സോഷ്യൽ ഫാസിസ്റ്റുകളായ CPM-ആണ്. CPM-നെയും കോൺഗ്രസിനെയും BJP-യും ഒക്കെ ഒരേപോലെ നേരിട്ട് പോകാൻ ഞങ്ങളെപ്പോലെ ഒരു ചെറിയ പാർട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് CPM-ൻ്റെ സോഷ്യൽ ഫാസിസ്റ്റ് നേരിടണമെങ്കിൽ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളായിട്ട് കുറേ കൂടി മെച്ചപ്പെട്ടൊരു ബന്ധം നിലനിർത്തുകയും അവരെ ക്രിട്ടിക്കലായിട്ട് വിമർശനപരമായിട്ട് കാണുകയും വേണം. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ഉന്നയിക്കുന്നത്. നാളെയും ഞങ്ങൾ ഉന്നയിക്കും. അതിന് വിട്ടുവീഴ്ചയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് KK രമ 6 ദിവസമാണ് നിരാഹാരം കിടന്നത്. ബലദേവ് പറയും പോലെ 3 ദിവസമൊന്നുമല്ല. അദ്ദേഹത്തിന് എന്തോ ഒരു ഓർമ്മപ്രശ്നമാണ്. അവർ 6 ദിവസം നിരാഹാരം കിടന്നതിന് ശേഷം CBI അന്വേഷിക്കണം എന്നുള്ള ഡിമാൻഡ് ഗവൺമെൻറ് ആ നിലയ്ക്ക് സ്വീകരിച്ചപ്പോൾ ചെന്നൈയിലെ CBI ആസ്ഥാനത്ത് നിന്ന് ഗവൺമെൻറ്റിലേക്ക് വന്ന കത്ത് പറഞ്ഞത് ഞങ്ങളിത് അന്വേഷിക്കാൻ തയ്യാറാണെന്നാണ്. അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ലാന്ന് മുൻകൂർ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാതെ ഒന്നും CBI പറയാറില്ല. CBIയുടെ ചെന്നൈ യൂണിറ്റ് പറഞ്ഞ് ഞങ്ങളിത് അന്വേഷിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റുകൾ വേണം. പക്ഷേ അതിനകത്ത് പിന്നീട് സംഭവിച്ചത്, ഇതിപ്പം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മാത്രമല്ല, KK രമയുടെ നിരാഹാര സമരം നടന്ന് 2 ദിവസം കഴിഞ്ഞാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ KK രമയ്ക്ക് നിരാഹാരം കിടക്കേണ്ടി വരില്ല എന്നാണ്. TP കേസിലെ പ്രതികളെ ഞങ്ങൾ പിടികൂടുന്നതാണ്. ഞങ്ങളത് വിശ്വസിച്ച് ഡൽഹിയിൽ പോയി ആഭ്യന്തര മന്ത്രാലയത്തിന്
ഇതിൻ്റെ രേഖകളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ആക്കി, ഒന്നും നടന്നില്ല. അവർ ഈ കാര്യത്തിൽ നിയമോപദേശം നേടിയത് CPM-ൻ്റെ പ്രഗത്ഭനായ ഒരു വക്കീലിനോടാണ്. അവർ പറഞ്ഞത് ഇത് CBIക്ക് എടുക്കാൻ സാധ്യതയില്ല എന്നാണ്. പിന്നീട് ശ്രീ കുമ്മനം രാജശേഖരൻ കേരളത്തിൽ BJP-യുടെ പ്രസിഡൻ്റായി വന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രത്യേക താല്പര്യം എടുത്ത് ഞങ്ങളോട് വീണ്ടും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നേതാക്കൾ രാമനിലയത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് കൈമാറി. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറയുന്നത്, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കോൺഗ്രസ് ആണോ BJP ആണോ CPM ആണോ, ഈ പാർട്ടികൾക്കെല്ലാം പൊതുവായിട്ട് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അതായത് ആളുകൾ കൊല്ലപ്പെടുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലൊരു സാധാരണ സംഭവമാണ്. എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കൊല്ലപ്പെടും, നേതാക്കൾ കൊല്ലപ്പെടും, കൊല്ലപ്പെടാതെ രക്ഷപ്പെടും. ഏതെങ്കിലും ഉയർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടാൽ തന്നെ ആ കേസ് തേച്ചു മാച്ച് കളയാൻ അതിൻ്റെ ആളുകൾ പാർട്ടിക്കാരൊക്കെ തയ്യാറാവും. ഈ ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രവണതയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ നിയമപരമായിട്ട് കോടതികൾ ഞങ്ങളോടെടുത്ത അനുഭാവപൂർണ്ണമായ ഒരു നിലപാടിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുൻവിധികളില്ലാതെ ഈ കേസിൽ പ്രതികൾക്ക് ഉയർന്ന ശിക്ഷ കൂട്ടുന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടിയത് കോടതികളിൽ നിന്ന് മാത്രമാണ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നല്ല. നീതി കിട്ടാത്തതിൻ്റെ കാര്യം അവർ പാരമ്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ജയകൃഷ്ണ മാഷ് പോലെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയനായ ഒരു ചെറുപ്പക്കാരനെ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതി അവരെ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരുപാട് പേർ, അത്രയും ഞാൻ അതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല, വളരെ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM RS ഒക്കെ നടത്തിയിട്ടും അത് അവരുടെ അവകാശമാണ് എന്ന നിലയ്ക്കായിരുന്നു ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്നവരെ കേരളത്തിൽ ഉണ്ടായ രാഷ്ട്രീയ അവസ്ഥ. ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഒരു വലിയ ജനാധിപത്യപരമായ ഒരു പ്രക്ഷോഭം ഉയർത്തിയെടുത്തത്. അതിൽ KK രമയുടെ റോളുണ്ട്. RBI ചെറിയ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ വിമർശനങ്ങളും സമരങ്ങളും ഒരു പ്രധാന പങ്കാണ്. ജനാധിപത്യ സമൂഹത്തിനകത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പാടില്ല എന്നൊരു നിലപാടിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിലില്ല. ശരി, ഈ ചർച്ചയുടെ ഒന്നാം ചോദ്യത്തിന് ഉത്തരമായി അങ്ങ് പറഞ്ഞത് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നാണ്. അതായത് ആരൊക്കെയോ ചേർന്ന് ഒരു സ്ത്രീയെ കൂട്ടി നടത്തിയ ഒരു തട്ടിപ്പായിരുന്നു സോളാർ കേസ് എന്നങ്ങ് പറഞ്ഞു. അതിൻ്റെ സോളാർ കേസിൻ്റെ മെറിറ്റിലേക്കല്ല ഞാൻ വരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചതി, അതിന് നേതൃത്വം കൊടുത്തതാര്? അങ്ങേക്കറിയാവുന്നത്, പറയാൻ കഴിയുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻജി അത് പറഞ്ഞു. ഈ സോളാർ കേസ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് കേസായിരുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ച സാമ്പത്തിക തട്ടിപ്പ് അത് മാറ്റി നിർത്തൂ. അതിന് ഒരു മറുവശമുണ്ടല്ലോ, രാഷ്ട്രീയമായ ഒരു തട്ടിപ്പ്. അതായത് ഉമ്മൻചാണ്ടിയെ വിരൽ ചൂണ്ടി മുൾമുനയിൽ നിർത്തിയ ഒരു രാഷ്ട്രീയ തട്ടിപ്പ്. അത് തട്ടിപ്പ് തന്നെയാണെന്ന് അങ്ങ് ആദ്യം സമ്മതിച്ചു. അതിന് പിന്നിൽ ആരായി? ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ ആ തട്ടിപ്പ് കേസിൽ കുറെ അധികം പേർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്, അതിന് ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പരിപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം പറ്റും. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ BJP നിൽക്കുന്ന അബ്ദുള്ള കുട്ടി, അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലൈംഗിക ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് ഇപ്പോഴുള്ള CBI തന്നെ അതിനകത്ത് അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ CBIക്ക് രാഷ്ട്രീയപരമായിട്ട് കേസെടുക്കാമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ. കേസ് ദേശീയമല്ല, പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെ ഇതിന്റെ പിന്നിൽ, ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അതിനെന്തായാലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരല്ല. ഇടതുപക്ഷത്തിനെതിരെ എന്തായാലും LDF-ന്റെ നേതാക്കന്മാർക്കെതിരെ LDF-ന്റെ ആരും. പക്ഷെ അത്തരം രാഷ്ട്രീയ ചതികൾക്ക് തുടക്കമിട്ടത് LDF തന്നെയാണ്. സംശയം എന്താണ് കാര്യത്തിൽ? അങ്ങയുടെ ആ സമ്മതം കൂടിയായപ്പോൾ അല്ലല്ല, ഞാനെന്ന് പറഞ്ഞോട്ടെ. LDF-നകത്ത് ഇപ്പൊ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. LDF നടത്തിയ ഏറ്റവും ശക്തമായ ഒരു സമരമായിരുന്നു അത്. പിന്നെ LDF ധാരണയാകാതെ CPM മാത്രമായിട്ട് ഒരു തീരുമാനമെടുത്ത് സോളാർ സമരം പിൻവലിക്കായിരുന്നില്ല. AKG സെന്ററിൽ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവര്, പ്രേമേന്ദ്രന്റെ അറിയിപ്പ് കിട്ടിയെങ്കിലും അവിടെ പ്രേമേന്ദ്രനെ വിളിച്ച് തോമസ് ഐസക്കിനെയൊക്കെ വിളിച്ച് വളരെ വ്യക്തമായിട്ട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആദ്യം CPM-ന്റെയും CPI-യുടെ നേതാക്കന്മാർ സംസാരിച്ചു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. അല്ല, CPM ഏകപക്ഷീയമായിട്ട് സമരം പിൻവലിക്കുകയും CPM അതിനകത്ത് അതിലൂടെ അല്ല. തീർച്ചയായിട്ടും ഒരു കാര്യം സംഘടനാ സംവിധാനം വെച്ച് അതൊക്കെ തോമസ് ഐസക് അറിയണം. അതെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് പറഞ്ഞ കറക്റ്റാണ്. CPM നടത്തിയ ആ സമരം ഇടതുപക്ഷത്തിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടായ 2014 തുടർഭരണം ഒക്കെ വന്നതും അതിനുശേഷം ഉണ്ടായ മുന്നോക്ക കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ ഒരു സമരമായിരുന്നു.
തീർച്ചയായിട്ടും സമരമാർഗങ്ങളിലൂടെയാണ് ഇപ്പോഴും പ്രതിപക്ഷം ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സേനാപതി കോടിയോട് പറയാനുള്ളത്. ആ സമരങ്ങൾ ചെയ്യാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറില്ല. അവരെപ്പോഴും വൈക്കോളം ജോബുകാരാണ്. അപ്പൊ ശക്തമായ സമരങ്ങളിലൂടെയാണ് ജനങ്ങളെ അണിനിരത്തി ജനങ്ങൾക്ക് നമ്മൾ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ സമരം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ 2014 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് തർക്കമൊന്നും ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ജനകീയ പ്രശ്നങ്ങളായാലും ഏത് സമരങ്ങളായാലും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കോടതിയിൽ നിന്ന് നീതി ലഭിച്ചുവെന്ന് ആർഎംപിയുടെ നേതാവ് പറഞ്ഞു. കോടതിക്ക് ഒരിക്കലും ഒരു പത്രവാർത്ത കണ്ടുകൊണ്ട് ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അഭിഭാഷകരാണ്. കോടതി ഒരു പ്രതി ഒരു ഏറ്റവും കുറഞ്ഞ കേസിൽ പോലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറ്റപത്രം ആ രീതിയിൽ കൊടുക്കുകയും ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വ്യക്തമായിട്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിൽ അതുപോലെ തന്നെ കോടതിയുടെ മുമ്പിൽ അത് കൺവിൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കോടതി ശിക്ഷിക്കൂ. വെറുതെ ഒരു കുറ്റപത്രം കൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ പല കേസുകളും നമുക്കറിയാം. കോടതിയിൽ വന്നുപിടിക്കുന്ന വക്കീലന്മാരാണ്. സാക്ഷികളെ 2 ചോദ്യം ചോദിക്കുമ്പോഴേ കേസ് തീർന്നു. കാര്യം ആ കുറ്റപത്രം അത്രയ്ക്ക് വീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോടതി മാത്രമല്ല, കോടതി ഒരിക്കലും ശരി, നമുക്ക് സമയപരിമിതിയുണ്ട്. 3 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു 3 പേർക്ക് ഓരോ മിനിറ്റ് വീതം. അഡ്വക്കേറ്റ് സേനാപതി വേണു മറുപടി. ഞാൻ ഒറ്റ മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. കാരണം തിരുവഞ്ചൂർ സാർ വരുമെന്നാണ് പ്രതീക്ഷിച്ച് അദ്ദേഹം വരാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് വീണ്ടും ഒന്ന് കടമെടുക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒരിക്കലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇടതുപക്ഷ മുന്നണി നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ അനുബന്ധിച്ചാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന ആരോപണം ഉയർന്നു വന്നത്. ഉപരോധം അവസാനിപ്പിക്കുവാനുണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെട്ട രഹസ്യധാരണ പ്രകാരം TP വധക്കേസ് ദുർബലമാക്കാമെന്ന് ഗവൺമെന്റ് ഉറപ്പുകൊടുത്തു എന്നതായിരുന്നു ഒരു വ്യാജ പ്രചരണം. 2013 ആഗസ്റ്റ് 12-ാം തീയതി LDF സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുമ്പോഴേക്കും TP വധക്കേസ് കോടതിയിൽ എത്തിയിരുന്നു. ചാർജ് ഷീറ്റും സമർപ്പിച്ച് സാക്ഷി വിസ്താരവും ഏറെക്കുറെ പുരോഗമിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു കേസ് ഗവൺമെന്റ് വിചാരിച്ചാൽ എങ്ങനെയാണ് ദുർബലപ്പെടുത്താൻ കഴിയുക? ഇത് തിരുവഞ്ചൂരിന്റെ വാക്കുകളാണ്. ഞാൻ പറഞ്ഞത് ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിചാരണയൊക്കെ തുടങ്ങി ഏതാണ്ട് 6 മാസത്തിന് ശേഷമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇതുമായിട്ടുള്ള എന്താ പറയുക അതിന്റെ അനുബന്ധ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊട്ടും ശരിയല്ല. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ ബഹുമാന്യായ KS ഹരിഹരൻ ഇവിടെ സൂചിപ്പിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാനേ കഴിയും. കാരണം CPM പോലൊരു പാർട്ടിക്ക് നേരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. പക്ഷേ അവരോടുള്ള എല്ലാ അനുഭാവവും രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, കോടതി ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പ്രോസിക്യൂഷനും ആ പ്രോസിക്യൂഷനിൽ അവരുടെ കുമാരൻകുട്ടി വക്കീലുണ്ടായിരുന്നു, അന്ന് CK ശ്രീധരൻ അദ്ദേഹം. സമയം അവസാനിക്കാറായി. ശ്രീ ശ്രീപത്മനാഭൻ, നോക്കൂ, ഇവരിതൊക്കെ പറയും, ഒരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടായിട്ടില്ല എന്നല്ലാതെ അവർക്ക് പറയാനാകില്ലല്ലോ. ഒടുവിൽ നമ്മൾ കേട്ട ബാർക്കോഴ കേസാകട്ടെ, പാലാരിവട്ടം കേസാകട്ടെ, മാസപ്പടി കേസൊക്കെ വന്നു പോകുന്നുണ്ട്. ഈ കേസുകളൊക്കെയും അഡ്ജസ്റ്റ്മെന്റ് അല്ലെന്ന് എങ്ങനെ പറയാനാകും? എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത് എന്താ? ഈ അരവിന്ദ് കേജ്രിവാളിനെതിരെ ഡൽഹി ബാർ അഴിമതി, ലിക്കർ അഴിമതി കേസ് രേഖാമൂലം പരാതി കൊടുത്തതാരാ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ചൗധരി. ആ കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതും കേജ്രിവാൾ അറസ്റ്റിലാവുന്നതും മന്ത്രിമാർ അറസ്റ്റിലാവുന്നതും ഇന്നിപ്പോ ആ കേജ്രിവാളുമായി സെറ്റിൽമെന്റ് ആക്കി 4 സീറ്റിൽ കേജ്രിവാൾ, 3 സീറ്റിൽ കോൺഗ്രസ് തോളെ കൈയിട്ട് നടക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റിന്റെയും ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശാന്ത് കിഷോർ പറഞ്ഞതാ. പ്രശാന്ത് കിഷോർ ആരാന്ന് പരിചയപ്പെടുത്തണ്ടല്ലോ. പ്രശാന്ത് കിഷോർ പറഞ്ഞതാണ് ഈ ഒത്തുതീർപ്പിൽ, ഈ ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിലും കേരളത്തിൽ സംഭവിച്ചതുപോലെ ഇതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഞങ്ങൾ ഇരുന്ന് ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിരിയാ വരുന്നത്. കാരണം കേരളത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല കോൺഗ്രസ്. അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒറ്റ മിനിറ്റ്. അല്ല, ഞാന് പത്മനാഭൻ സാറേ, ഈ കൊടകര കുഴൽപ്പണ കേസിലും അഡ്ജസ്റ്റ്മെന്റ് ഒരു കാര്യമില്ല. പൊട്ടിപ്പാളീസായി ഭരണം തുടർച്ചയും വന്നു. ശ്രീ KS ഹരിഹരൻ, അങ്ങേക്ക് കേൾക്കാമോ? അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒറ്റ മിനിറ്റ്. അല്ല, ഇതിൽ ഈ ചർച്ചയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിലെ പ്രതികളെ, കുറ്റകൃത്യം നടത്തിയ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന ഒരു കാര്യം, ഗൂഢാലോചന കേസ് വേറെ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാർട്ട് ഓപ്പണാക്കി വെച്ചിട്ടാണ് തിരുവഞ്ചൂർ ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ കേസിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസ് മുന്നോട്ട് പോയിട്ടില്ല.
അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ഹർജി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ കോടതിയെ തന്നെയാണ് ഈ കാര്യത്തിൽ ആശ്രയിക്കാൻ പോകുന്നത്. ശരി, TP കേസുമായി ഡീൽ ചെയ്തിട്ടുണ്ടോ സെക്രട്ടേറിയറ്റ് വളയൽ സമരം? അതേ എന്നിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് RMP. എന്തൊക്കെയോ ഇടപെടലുകൾ പിന്നിൽ നടന്നിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ശരിയെങ്കിൽ TPക്കേറ്റ 52ാമത്തെ വെട്ടാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഡീലുകൾ CPM-ഉം കോൺഗ്രസും ഒക്കെ തുടരുന്നത് കേരള രാഷ്ട്രീയത്തിന് എത്ര കണ്ട് അഭികാമ്യം എന്ന ചോദ്യവും ഇപ്പോഴും പ്രസക്തമായി തുടരുന്നു. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.